ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രമാസ് അക്കാഡമിക് റൂട്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. പാർട്ട് 3യിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഭരണഘടനയിൽ 12 മുതൽ 35 വകുപ്പുകൾ വരെയാണ് മൗലിക അവകാശങ്ങൾ സൂചിപ്പിക്കുന്നത്. മൗലിക അവകാശങ്ങൾ മെയിനായിട്ട് 6 ഉണ്ട്. ഒന്ന്, സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 to 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 to 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ആർട്ടിക്കിൾ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 25, 28. സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ആർട്ടിക്കിൾ 29, 30. ഭരണഘടനാ സംബന്ധമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 31 ഉം 32. മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ്. 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെപ്പറ്റി പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങൾക്കുള്ള ശില്പി എന്നറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. 1978 മുമ്പ് മൗലിക അവകാശങ്ങൾ 7 ഉണ്ടായിരുന്നു. എന്നാൽ 1978 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം നിയമപരമായ അവകാശമായി മാറി. അപ്പം മൗലിക അവകാശങ്ങളുടെ എണ്ണം ഇപ്പോൾ ഉള്ളത് 6. സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 to 18 എന്ന് പറഞ്ഞല്ലോ. അതിൽ ആർട്ടിക്കിൾ 14 ആണ് നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ. ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ പേരിലുള്ള വിവേചനം തടയൽ. ആർട്ടിക്കിൾ 16 പൊതു തൊഴിലിൽ തുല്യ അവസരം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് പ്രത്യേക പദവികൾ ഒഴിവാക്കലാണ്. ഇനി ആർട്ടിക്കിൾ 14 നമുക്ക് വിശദമായിട്ട് നോക്കാം. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായ നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണിത്. വംശം, വർണ്ണം, ദേശീയത എന്നിവയ്ക്ക് അതീതമായ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ആർട്ടിക്കിൾ 14 പറയുന്നു. ഇനി ആർട്ടിക്കിൾ 15 പറയുന്ന രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വംശം, മതം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിൾ 15. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിന് ഈ അനുച്ഛേദം എതിർക്കുന്നില്ല. അനുച്ഛേദം 19(1)(g) പ്രകാരം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെയോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയോ ഉന്നമനത്തിനായി പ്രത്യേക നിയമങ്ങളോ പദ്ധതികളും കൊണ്ടുവരുന്നതിനെ അനുച്ഛേദം 15 എതിർക്കുന്നില്ല. ആർട്ടിക്കിൾ 16 പറയുന്ന പൗരന്മാർക്ക് പൊതുതൊഴിലുകളിൽ തുല്യ അവസരം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണിത്. വംശം, പാരമ്പര്യം, മതം, ജാതി, ലിംഗം, ജനനസ്ഥലം, താമസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പൊതു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നതിൽ പാടില്ലെന്ന് ഈ അനുച്ഛേദത്തിൽ വ്യക്തമാക്കുന്നു. ഇവിടെയും പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രത്യേക നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സർക്കാരിന് നൽകുന്നുണ്ട്. അതും ഈ ആർട്ടിക്കിളിലും പിന്നോക്ക വിഭാഗങ്ങളുടെ നിയമത്തിന് അവരുടെ ഉന്നമനത്തിനായി പ്രത്യേക നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സർക്കാരിന് നൽകുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 17 രാജ്യത്ത് എല്ലാ തരത്തിലുമുള്ള തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണിത്. ഇത് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള തൊട്ടുകൂടായ്മ പാലിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. ആർട്ടിക്കിൾ 18 ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പദവികളിൽ ബഹുമതികളെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണിത്.
എന്നാൽ സൈനികവും അക്കാഡമിക് തലത്തിലുള്ള ഉണ്ടല്ലോ, അങ്ങനത്തെയുള്ള പദവികളെ അനുവദിക്കുന്നുണ്ട്. ഇനി മൗലിക അവകാശങ്ങളിൽ രണ്ടാമത് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. അതിൽ ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത് നോക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യം മെയിനായിട്ട് 6 എണ്ണമാണ്. രാജ്യത്തെ പൗരന്മാർക്ക് മൗലികമായി 6 സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുന്ന അനുച്ഛേദമാണിത്. സംസാരിക്കാനും ആശയപ്രകടനത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് സമാധാനപരമായി കൂട്ടം കൂടാനുള്ള സ്വാതന്ത്ര്യം. മൂന്നാമത്തെ സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യവും നാലാമതും. അഞ്ചാമത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്നാൽ ആറാമത് പറയുന്നത് ഇഷ്ടമുള്ള തൊഴിൽ അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. 20 അതിൽ പറയുന്ന കുറ്റകൃത്യം ചെയ്തവർക്കുള്ള സംരക്ഷണത്തെ സംബന്ധിച്ച അനുച്ഛേദമാണിത്. കുറ്റാരോപിതനായ ആളുടെ സംരക്ഷണത്തിനുള്ളതാണ് ഈ വകുപ്പ്. അനുച്ഛേദം 359 പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ഈ അവകാശം ലംഘിക്കപ്പെടരുതെന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. അപ്പം 359 പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ലംഘിക്കപ്പെടാത്ത അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ഉറപ്പാക്കുന്ന അനുച്ഛേദമാണിത്. ശുദ്ധവായു, ശുദ്ധജലം, 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം, സ്വകാര്യത എന്നീ അവകാശങ്ങൾ നിലവിൽ ഈ അനുച്ഛേദത്തിന് കീഴിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ആർട്ടിക്കിൾ 21 അടുത്ത ആർട്ടിക്കിൾ 22 ഉത്തരവാദപ്പെട്ട അധികാരികളിൽ നിന്നുള്ള നിർദ്ദേശം ഇല്ലാതെയുള്ള അറസ്റ്റുകളിൽ നിന്നും അന്യായമായ തടങ്കലിൽ നിന്നുമുള്ള സംരക്ഷണമാണ് ഈ അനുച്ഛേദം നേടിത്തരുന്നത്. ഇത് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം അറിയാനും ആവശ്യമെങ്കിൽ അഭിഭാഷകനെ കാണാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം എന്ന് ഈ അനുച്ഛേദത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 24 മണിക്കൂറിന് മുമ്പ്. അനുച്ഛേദം 22 എന്തൊക്കെയാ? അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ റീസൺ അറിയാനും പിന്നെ അഡ്വക്കേറ്റിനെ സമീപിക്കാനും പിന്നെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇതിനുള്ള അവകാശങ്ങൾ നേടിത്തരുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ ഇതിൽ പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24. അതിൽ ആർട്ടിക്കിൾ 23 സ്ത്രീകൾ, കുട്ടികൾ, യാചകർ ഉൾപ്പെടെ എല്ലാ മനുഷ്യരെയും നിർബന്ധിത ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുന്ന അനുച്ഛേദമാണ്. ഇനി ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് ബാലവേല നിരോധിക്കുന്നത്. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ അപകടകരമായ ജോലി ചെയ്യിപ്പിക്കരുതെന്ന് ഈ അനുച്ഛേദം അനുശാസിക്കുന്നു. ഇനി അടുത്ത നാലാമത് പറയുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 25, 28. അതിൽ ആർട്ടിക്കിൾ 25 പറയുന്നത് മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും മതാചാരങ്ങൾ പാലിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അതിൽ തന്നെ ക്രമസമാധാനം, ധാർമ്മികത, പൊതുവായ ആരോഗ്യം, ഈ വകുപ്പിലെ മറ്റ് പരാമർശങ്ങൾ എന്നിവ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഉള്ള അവകാശമുണ്ട്. ഇനി ഈ വകുപ്പ് രണ്ടാം വകുപ്പ് എ മതപ്രകാരമായ അനുഷ്ഠാനങ്ങളോടനുബന്ധിച്ച് സാമ്പത്തികമോ സാമൂഹികമോ രാഷ്ട്രീയമോ മതേതരത്വമായ മറ്റേതെങ്കിലും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയുള്ളതാണ്. എന്നാൽ 2B പറയുന്നത് സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയോ പൊതുസ്വഭാവമുള്ള ഹിന്ദു സ്ഥാപനങ്ങൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഏതെങ്കിലും നിയമനിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്.
ഇതിൽ ഹിന്ദു മതത്തെക്കുറിച്ചുള്ള പരാമർശം എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ബുദ്ധമതം, ജൈനമതം, സിഖ് മതങ്ങൾക്കും ഇത് ബാധകമാണ്. ഇനി ആർട്ടിക്കിൾ 26 പറയുന്നത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതിൽ ക്രമസമാധാനം, ധാർമ്മികത, പൊതു ആരോഗ്യം, ഈ വകുപ്പിലെ മറ്റു പരാമർശങ്ങൾ എന്നിവ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങൾക്കും ഇനി പറയുന്ന അവകാശങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ മതപരമോ സാമൂഹിക സേവനപരമോ ആയ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും നടത്തിപ്പിനുമുള്ള അവകാശം. ബി പറയുന്നത് മതപരമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം. സി അവ ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ വസ്തുക്കൾ കൈവശം വെക്കുന്നതിനുള്ള അവകാശം. നിയമാനുസൃതം അത്തരം സ്വത്തുക്കൾ നോക്കി നടത്തുന്നതിനുള്ള അവകാശമാണ് ഡിയിൽ പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 27 മതപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പം നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 27. പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇനി ഈ അനുച്ഛേദത്തിൽ പ്രധാനമായും 3 ഉപവകുപ്പുകൾ ഉണ്ട്. 28 ആർട്ടിക്കിളിൽ 1-ാം വകുപ്പിൽ പറയുന്നതെന്ന് വെച്ചാൽ സർക്കാർ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താൻ പാടുള്ളതല്ല. എന്നാൽ 2-ാം വകുപ്പിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ 1-ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ളതൊന്നും സർക്കാർ നടത്തുന്നതും മതബോധനം ആവശ്യമായിട്ടുള്ളതായ ഏതെങ്കിലും സമിതി സ്ഥാപിച്ചിട്ടുള്ളതുമായ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല എന്നാണ്. അപ്പം ആദ്യത്തെ പറയുന്നത് സർക്കാർ ഫണ്ടുണ്ടല്ലോ, ആ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താൻ പാടുള്ളതല്ല. എന്നാൽ മതബോധനം ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും സമിതി സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല, സർക്കാർ നടത്തുന്നതാണെങ്കിൽ പോലും. അടുത്ത 28(3) പറയുന്നത് 3-ാം വകുപ്പിൽ പറയുന്നത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതോ ധനസഹായം ലഭിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതബോധനത്തിന് വിദ്യാർത്ഥിയുടെയോ വിദ്യാർത്ഥി പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ മാതാപിതാക്കളുടെയോ സമ്മതം ആവശ്യമാണ്. അടുത്ത പറയുന്നത് എന്താ? 5-ാം ഘട്ടം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29, 30. അതിൽ ആർട്ടിക്കിൾ 29 പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട 21 തന്നെ 1, അതായത് ഉപവകുപ്പിൽ പറയുന്ന സ്വന്തമായ ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ള ഇന്ത്യയിലെ ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. 29 2-ാം വകുപ്പിൽ പറയുന്ന സർക്കാർ നടത്തുന്നതോ ധനസഹായം ലഭിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം, വംശം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത് വെച്ചത് ഇതിൻ്റെ ബാക്കി കൊണ്ടുണ്ട് മൗലിക അവകാശങ്ങൾ കുറച്ചുകൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.